നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. തൃശൂരിൽ പൂരാവേശത്തിന് തിരിതെളിഞ്ഞു. തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. വടക്കുനാഥ സന്നിധിയിലേക്ക് ഇനി ഘടകപൂരങ്ങളുടെ വരവ്. പാറമേക്കാവും തിരുവമ്പാടിയും കാത്തുവച്ചിരിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്നാണ് പൂരപ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. 12:30 പാറമേക്കാവ് ഭഗവതി പൂരത്തിനായി പുറപ്പെടും. ചെമ്പടയും താണ്ടി 2 മണിയാകുമ്പോൾ ഇലഞ്ഞിത്തറ മേളത്തിന് ആദ്യ താളം മുഴങ്ങും. 5:30 തെക്കേ ഗോപുര നടയിൽ കുടമാറ്റത്തിന് അരങ്ങൊരുങ്ങും. കുടമാറ്റം കഴിയുമ്പോഴേക്കും രാത്രി പൂരത്തിന്റെ സുന്ദര കാഴ്ചകൾ പിറക്കും. രാത്രി 11 പാറമേക്കാവിന്റെ പഞ്ചവാദ്യം നടക്കും. ബുധനാഴ്ച പുലർച്ചെ 3 വെടിക്കെട്ട്. പകൽ പൂരവും പിന്നിട്ട് ഉച്ചയ്ക്ക് 12:30 തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ വടക്കുനാഥനെ സാക്ഷിയാക്കി ഉപചാരം ചൊല്ലുന്നതോടെ പൂരം പിരിയും. നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകം ഉൾപ്പെടെ 2 കേസുകളിലെ നിർണായക വിധി ദിനം ഇന്ന്. വീണ്ടും പരിഗണിക്കുന്നത് ഒരേ ജഡ്ജി. നന്തങ്കോടുള്ള വീട്ടിൽ മാതാപിതാക്കളെയും സഹോദരിയെയും അടക്കം 4 പേരെ കൊലപ്പെടുത്തിയ കേഡൽ ജിൻസൺ രാജ, കാട്ടാക്കടയിൽ 10ാം ക്ലാസ്സുകാരൻ ആദിശേഖറിനെ കാറിടിപ്പിച്ചു കൊന്ന പ്രിയരഞ്ജൻ എന്നിവർക്കെതിരെയുള്ള കേസുകളിലാണ് 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ വിഷ്ണു വിധി പറയുക. പ്രതികൾ കുറ്റക്കാരാണോ എന്ന കാര്യത്തിലാണ് കോടതി ഇന്ന് തീരുമാനമെടുക്കുക. ശിക്ഷ മറ്റന്നാൾ വിധിക്കാനാണ് സാധ്യത. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ രാജയ്ക്ക് ആശ്വാസം. രാജയ്ക്ക് MLA ആയി തുടരാമെന്ന് രാജയുടെ തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കിയ ഹൈക്കോടതി വിധി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി വ്യക്തമാക്കി. പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത മണ്ഡലത്തിൽ മത്സരിക്കാൻ രാജയ്ക്ക് യോഗ്യതയില്ലെന്ന് വിലയിരുത്തി ഹൈക്കോടതി 2023 മാർച്ചിൽ MLAയുടെ നിയമസഭാംഗത്വം റദ്ദാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ ഇടുക്കിയിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശനത്തിലെ ആദ്യ ദിവസം ഒഴിവാക്കിയ കലാപരിപാടിയുടെ വേദിയിൽ തന്നെ അവസാന ദിവസമായ തിങ്കളാഴ്ച രാഷ്ട്രീയം നിറയുന്ന റാപ്പ് സംഗീത നീശ അവതരിപ്പിച്ചു വേടൻ. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമല്ല, പൊതു സ്വത്താണ് താനെന്ന് വേടൻ. നിങ്ങൾ എന്റെ നല്ല കാര്യങ്ങൾ കണ്ടു പഠിക്കൂ എന്നും തന്റെ ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആകരുതെന്നും പാർട്ടികൾക്കിടെ വേടൻ കാണികളോട്. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ഐക്യരാഷ്ട്ര സംഘടന. സാധാരണക്കാരെ ആക്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ പാക് ബന്ധം ഏറ്റവും വഷളായി പോകുന്നത് വേദനയുണ്ടാക്കുന്നു. പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടികളല്ല മാർഗം. സംഘർഷം ലഘൂകരിക്കാനുള്ള സഹായത്തിന് ഐക്യരാഷ്ട്രസഭ തയ്യാറാണ്. ഇരു രാജ്യങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്നും ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു.